നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇനി പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് ഒക്ടോബർ മാസം തേയ്പിറ പഞ്ചമി 11/10/2025 ശനിയാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. 10/10/2025 വെള്ളിയാഴ്ച രാത്രി 7 മണിയോടുകൂടി പഞ്ചമിതിഥി പൂജ വഴിപാട് യാഗത്തിന് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ചാനല് കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് അറിയാം എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന്. പുതുതായി ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കൊടുക്കണം പേരുകൾ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലപ്പേര് ഇവ വാട്സപ്പ് നമ്പറിലേക്ക് ടൈപ്പ് ചെയ്ത് അയച്ചോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഒത്തിരി അട്ടഹാസമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. സോ ദയവ് ചെയ്ത് ആരും ഇന്നത്തെ പതിവ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. എന്താച്ചാല് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു വിഷയം വന്നിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. സന്തോഷത്തോടുകൂടി, സാമ്പത്തികമായി ഉന്നമനത്തോടുകൂടി, നല്ല ജോലിയോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതെല്ലാം നിങ്ങൾക്ക് നേടിത്തന്ന് സുഖസന്തോഷമായി ജീവിക്കാനുള്ള ഒരു വായ്പ കിട്ടുന്നത്. അങ്ങനെ പറ്റുന്ന, അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു താന്ത്രിക വഴിപാടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. സോ ദയവ് ചെയ്ത് ആരും ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇന്ന് രാത്രി ഒരു 12 മണിക്ക് മുന്നേ നിങ്ങൾ ഈ വിഷയം ചെയ്താൽ പോരും. ശരിയാ? അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇത് കാണുന്ന ദിവസം നിങ്ങൾ രാത്രി 12 മണിക്കുള്ളിൽ ചെയ്തോളുക. എപ്പോ ആയാലും നമ്മളുടെ ചാനലിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കിച്ചണിലിരിക്കുന്ന പൊരുൾകൾ വെച്ചിട്ടാണ് അധികം പതിവുകളും ചെയ്യാറുള്ളത്. മുൻ പതിവുകളൊക്കെ ചെയ്തു നോക്കി ഒത്തിരി പേർക്ക് നല്ല അനുഭവങ്ങൾ വന്നിട്ടുള്ളതായിട്ട് മെസ്സേജ് വന്നിരുന്നു. എല്ലാത്തിനും സന്തോഷം. ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താച്ചാല്, നമ്മുടെ വീട്ടില്, അതായത് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അതെന്താച്ചാല് അതില്ലാതെ ഒരു വീടും ഉണ്ടാവത്തില്ല. പഞ്ചസാര, വൈറ്റ് ഷുഗർ. ഒരു ചില വീട്ടിൽ മാത്രമേ പഞ്ചസാര വന്നിട്ട് വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാതെ നാട്ടുചക്കര എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വൈറ്റ് ഷുഗർ വീട്ടിൽ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഡയമണ്ട് കർക്കണ്ട് ഉണ്ടല്ലോ, ഡയമണ്ട് കർക്കണ്ട് എടുത്തോളുക. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിടി കൈപ്പിടിയില് നമ്മൾ ഒരു ബിരിയാണി ഇലയാണ് വെക്കുന്നത്, ബേ ലീഫ്. ശരിയാ? ഇപ്പൊ വേണ്ടിയ 2 പൊരുൾകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താ നമ്മൾ വന്നിട്ട് വൈറ്റ് ഷുഗർ എന്ന് പറയുന്നതെന്ന് വെച്ചാല്, ഒരു നല്ല വിഷയം, ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും നമ്മുടെ സന്തോഷം പകരുന്നതിനായിട്ട് നമ്മുടെ വായ്ക്കകത്തോട്ട് ശർക്കര പോടും. അതായത് ശർക്കര മീൻസ് ഷുഗർ, വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ നാട്ടുചക്കര എന്തായാലും നമ്മുടെ വായിലോട്ട് ഇടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് പുതുതായിട്ട് ഒരു കുട്ടിയെ മാരേജ് ചെയ്ത് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴും, മരുമകൾ വരുന്നു അല്ലെങ്കിൽ മരുമകൻ വരുന്നു എന്ന് വെച്ചിട്ട് അവർ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു സ്പൂണ് പഞ്ചസാര അവരുടെ വായിലോട്ട് ഇടും. ഇല്ലെങ്കിൽ പഞ്ചസാര കൊണ്ട്, ഷുഗർ കൊണ്ട് വെച്ച എന്തെങ്കിലും ഒരു പായസമോ എന്തെങ്കിലും അവരുടെ വായിലേക്ക് വെക്കാറുണ്ട്. ഇതെല്ലാം അറിയാമല്ലോ. ഇതെല്ലാം നാട്ടുപഴക്കമാണ്. ശരിയാ? സോ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഭയങ്കരമായ ഒരു സാമ്പത്തിക മുന്നേറ്റം, സന്തോഷം, സമാധാനം ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. ഇത് ചെയ്യുന്നത് എന്താ വെച്ചാല്, നമ്മൾ വച്ചിരിക്കുന്ന പഞ്ചസാര ഡബ്ബയിൽ ഈ ഒരു ബിരിയാണി ഇല ഇട്ട് വെക്കുക. അത് ഇന്ന് രാത്രി 12 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ചെയ്തോളുക. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ തനിയാ പഞ്ചസാരയൊന്നും എടുക്കാൻ വേണ്ട. ശരിയാ? അങ്ങനെയൊന്നും എടുക്കണ്ട. ഇപ്പൊ നിങ്ങൾ മെറ്റൽ ബോക്സിലാണ് അല്ലെങ്കിൽ വുഡ് ബോക്സിലാണ് പഞ്ചസാര വെച്ചിരിക്കുന്നതെങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. കണ്ണാടി ബോക്സിൽ തന്നെ, ഇപ്പോൾ ഒരു കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഏത്
മെറ്റീരിയൽ കൊണ്ടുള്ള കണ്ടെയ്നറിലും നിങ്ങൾക്കിത് ഇട്ട് വയ്ക്കാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ല. ഇത് ഈ ബിരിയാണി ഇല പഞ്ചസാര ഡബ്ബയ്ക്ക് ഉള്ളിൽ വയ്ക്കുന്നതിന് മുന്നേ ഇതിൽ ഒരു ചില വാക്യങ്ങൾ എഴുതണം. അത് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. നമ്മൾ എഴുതി വയ്ക്കേണ്ട ആ മിക മുഖ്യമായ 3 വാക്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. ഇതാണ് ആ വാക്യങ്ങൾ. യെസ് പ്ലെത്തോറ ജാക്ക്പോട്ട്. 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 നമ്മുടെ ചാനലിൽ വന്നിട്ട് നിറയെ സ്വിച്ച് വേർഡ്സ്, ദാറ്റ് മീൻസ് ഓരോരോ പ്രശ്നത്തിനും ഓരോരോ സ്വിച്ച് വേർഡ് ആയിട്ട് ഞാൻ പതിവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നും ഒത്തിരി സ്വിച്ച് വേർഡ്സ് ഉണ്ട്. വെയിറ്റ് കുറയാനായിട്ട്, വെയിറ്റ് കൂടാനായിട്ട്, മുടി നന്നായിട്ട് വളരാനായിട്ട്, രാവിലെ പെട്ടെന്ന് എഴുന്നേക്കാനായിട്ട്, അതുപോലെ തന്നെ കൺസീവ് ആകാനായിട്ട്, അതുപോലെ തന്നെ നല്ല ജോലി കിട്ടാനായിട്ട്, അങ്ങനെ നിറയെ ഏകപ്പെട്ട സ്വിച്ച് വേർഡ്സ് ഇരിക്കുന്നുണ്ട്. വരും പതിവുകളിൽ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 വാക്യം സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾ കുറഞ്ഞത് ഒരു 7 തവണ ചൊല്ലണം. എന്നിട്ട് അത് ഈ ബിരിയാണി ഇലയിൽ എഴുതണം. ഞാൻ വന്നിട്ട് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞതിൻ്റെ റീസണും ഇത് തന്നെയാണ്. കാരണം ഏകപ്പെട്ട വിഷയങ്ങളിൽ അലയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, കൂടെ ഒരു ചില ട്രിക്കുകളും കൂടെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ തന്നെ വന്നു ചേരും. അപ്പോൾ ഈ വേർഡ് വന്നിട്ട് യെസ് പ്ലെത്തോറ ജാക്ക്പോട്ട്. ഇപ്പോൾ ജാക്ക്പോട്ട് എന്ന് വെച്ചാൽ ഒരാൾക്ക് വന്നിട്ട് വിശ്വസിക്കാനാവാത്ത രീതിക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നത്. അവരാഗ്രഹിക്കാതെ, അവരതിന് യാതൊരു തരത്തിലുള്ള ഒരു കഠിനാധ്വാനമോ അവരൊന്നും അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല, അവരൊന്നും ചെയ്തിട്ടുമില്ല. അല്ലാതെ തന്നെ അവരറിയാതെ ദൈവമായിട്ടും അവരുടെ ഓരോ നല്ല പ്രവൃത്തിയാലെയും അവർക്ക് വന്നു ചേരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുമല്ലോ, നിനക്ക് ശരിയാന ഒരു ജാക്ക്പോട്ട് തന്നെ എന്ന് വന്നിരിക്കുന്നത്. അതേമാതിരി അതായത് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന്, പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് ഒരു ഇൻസ്പിറേഷൻ. ശരിയാ? ഇപ്പോൾ വന്നിട്ട് ഈ 3 വാക്കുകൾ യെസ് പ്ലെത്തോറ ജാക്ക്പോട്ട്, ഇത് ഒന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അബണ്ടൻസി, പ്രോസ്പെറസി, ലക്ക്, വെൽത്ത് എല്ലാമേ മാറി മാറി നമുക്ക് വന്നിട്ടേയിരിക്കും. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വരുന്നില്ലേ? അതുപോലെ സാമ്പത്തിക വരവ്, നല്ല ജോലി, നല്ല വീട്, ഇങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അങ്ങനെ ഇപ്പോൾ യെസ് എന്ന വേർഡ് നോക്കിയാൽ അത് എന്തിനെ ഉണർത്തുന്നു എന്ന് ചോദിച്ചാൽ പ്രപഞ്ചം നമുക്ക് തരുന്നത്, അള്ളിത്തരുന്നത്, അതിനെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. യെസ് ഐ ആം വെയിറ്റിംഗ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. യെസ് എന്നാലേ ഒരു പോസിറ്റീവായ ഒരു റെസ്പോൺസ്, യെസ് ഐ ആം ഹിയർ, യെസ് അങ്ങനെ പറയുന്നത്. ഇനി പ്ലിത്തോറ വന്നിട്ട് ആവശ്യത്തിനും മേലെ നിങ്ങൾക്ക് ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഒരു 1000 രൂപ വേണം, എന്നാൽ ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് ഒരു 10,000 രൂപ എൻ്റെ കൈകളിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കും, എത്രത്തോളം നമുക്ക് സന്തോഷം ഉണ്ടാവും. അബണ്ടൻസ്. അതായത് പ്ലിത്തോറ എന്നാൽ നിങ്ങൾക്ക് എന്താവശ്യമോ അതിനിരട്ടി നിങ്ങൾക്ക് തരുന്നത്. അത് വന്നിട്ട് സന്തോഷം, സമാധാനം, പണം, എന്താണോ അത് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും 10 മടങ്ങ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ശരിയാ? അടുത്തത് ജാക്ക്പോട്ട്. ഓൾറെഡി പറഞ്ഞു, അതിനെപ്പറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല. ജാക്ക്പോട്ട് വെച്ചാൽ എന്താ അർത്ഥമെന്ന് അറിയാം. സോ ഈ യെസ് പ്ലിത്തോറ ജാക്ക്പോട്ട് ഇങ്ങനെയുള്ള ഈ ഒരു വാക്യം, ഈ 3 വാക്യങ്ങൾ ചേർന്ന ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ ഡെയിലി ഉച്ചരിക്കാവുന്നതാണ്. പറഞ്ഞുല്ലോ, 7 ടൈംസിൽ കുറയാതെ ഉച്ചരിക്കണം. കൂടിയത് നിങ്ങൾക്ക് ടൈം ഇരിക്കുന്നത് പോലെ എത്ര വേണോ, 1001, 1008
അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ടൈം ഇരിക്കും പോലെ ചെയ്തോളുക. നമുക്ക് ഇനിപ്പ് മധുരം തരുന്ന ഈ പഞ്ചസാര ഡബ്ബായിൽ നിങ്ങൾ ഇത് എഴുതി വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് വസന്തകാലം വീശാൻ സ്റ്റാർട്ടാവും. ശരിയാ? എന്താ ഇനി ഡൗട്ട് വരാം, നിങ്ങൾ വേറെ എല്ലാ സാധനവും വെച്ചിട്ട് ശർക്കര മാത്രം എന്താ ചൂസ് ചെയ്തേ എന്ന് ഡൗട്ട് വരാം. വെണ്മ എന്നാലേ നമ്മുടെ ഹിന്ദു ആത്മീകത്തില് ശുക്രനുക്ക് കുറുകിയതെന്ന് കരുതപ്പെടുന്നു. സുഖഭോഗ വാഴ്കകൾ, അതായത് സന്തോഷം, സമാധാനം, ആർഭാട ജീവിതം, ഇതെല്ലാം അള്ളിത്തരുന്നത് ആരാണ്? ശുക്രഭഗവാൻ. സോ ശുക്രനും ജാക്ക്പോട്ടിനും വന്നിട്ട് നല്ല അടുത്ത തിക്കായിട്ടുള്ള ഒരു ബന്ധമാണ് ഇരിക്കുന്നത്. ഈ 3 വേർഡ്സ് വന്നിട്ട് നിങ്ങൾ ഡെയിലി, അത് ഉണർന്ന ഉടനെ ആവാം, നിങ്ങളുടെ സൗകര്യം പോലെ അത് ഡെയിലിയും നിങ്ങൾ ഉച്ചരിക്കാവുന്നതാണ്. അത് പറ്റില്ല വെച്ചാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഉച്ചരിക്കാം. ഇപ്പൊ രാവിലെ ഉണർന്ന ഉടനെയോ ഉറങ്ങാൻ പോകുന്നതിന് മുന്നെയോ അതല്ല ഇടയ്ക്കുള്ള സമയത്തോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നുന്ന സമയം നിങ്ങൾ പിക്ക് ചെയ്തെടുത്തിട്ട് അത് വേർഡ് പറഞ്ഞോളുക. അത് മാത്രമല്ല, നിങ്ങൾ വെളിയിൽ പോകുമല്ലേ, ഇപ്പൊ എന്ത് കാര്യത്തിന് നിങ്ങൾ വെളിയിൽ പോയാലും നിങ്ങളുടെ ഇടത് കയ്യിലെ റിസ്റ്റ് മണിക്കെട്ടെന്ന് പറയില്ലേ, അവിടെ വന്നിട്ട് ഏത് കളർ സ്കെച്ച് പെൻ, ബ്ലാക്ക് മട്ടും നിങ്ങൾ യൂസ് പണ്ണ വേണ്ട, വേറെ ഏത് കളർ സ്കെച്ച് പെന്നിലോ നിങ്ങൾക്ക് ഈ 3 വേർഡ്സ് എഴുതി വെച്ചിട്ട് പോകാവുന്നതാണ്. ഓരോരോ തവണയും നിങ്ങൾ ഇപ്പോൾ കയ്യിൽ എഴുതി വെച്ചിട്ട് പോകുമ്പോൾ യെസ് പ്ലെത്തോറ ജാക്ക്പോട്ട് ഇത് നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളിലിരിക്കുന്ന ഭയം ഉണ്ടല്ലോ, ഭയം, പതട്ടം, തെറ്റായ ഓരോ ചിന്തകള്, നെഗറ്റീവ് തിങ്കിങ് എല്ലാത്തെയും നീക്കിയിട്ട് നല്ല ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു വിശ്വാസം, ഒരു നമ്പിക്കൈ, ഞാനത് ചെയ്താൽ എനിക്കത് നടക്കും, എനിക്കതെല്ലാം കിട്ടും, എനിക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റും, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങളെ ഇത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളാൻ, പക്ഷെ അങ്ങനെ ഒന്നുമില്ല, ടൈം ഉള്ളപ്പോൾ ചെയ്തോളുക. കാരണം ഈ സ്വിച്ച് വേർഡ്സും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും യൂണിവേഴ്സിനും ഇരിക്ക വേണ്ടിയ ഒരു തുടർവുണ്ടല്ലോ, ഒരു സ്റ്റാർട്ടിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത്, അത് വന്നിട്ട് നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള വാർത്തകളാണിത്. ശരിയാ? ഇനി വളർപ്പിറ, തേയ്പിറ, പഞ്ചമി, അഷ്ടമി, നവമി എതിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ശരിയാ? ഇപ്പം നിങ്ങൾക്ക് കരുനാളിൽ വേണമെങ്കിലും ചെയ്യാം. സോ നാൾക്കും ഇതിന് വന്നിട്ട് യാതൊരു തര റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. മാത്രമല്ല നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിലും ചൊല്ലാവുന്നതാണ്, പുലവാലായ്മ ഉള്ളപ്പോഴും ചൊല്ലാവുന്നതാണ്. നിങ്ങൾ നോൺ വെജ് കഴിച്ചോ ഇല്ലയോ അതൊന്നും ഒരു വിഷയമേ അല്ല. ശരിയാ? സോ നിങ്ങൾ ഈ പതിവ് വന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളുക. നമ്മൾ അറിഞ്ഞ് നമുക്കൊരാളിന് നല്ല ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഓരോ നല്ല പതിവുകൾ വന്നിട്ട് നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതുമൂലം പല പുണ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഓരോരോ തവണ നിങ്ങൾ ഇപ്പോൾ വെള്ളം കുടിക്കുമല്ലോ, അപ്പോഴും നിങ്ങൾ ഓരോരോ തവണ വെള്ളം കുടിക്കുമ്പോഴും യെസ് പ്ലെത്തോറ ജാക്ക്പോട്ട് ഇത് നിങ്ങൾക്ക് ഉച്ചരിച്ചിട്ടേ വെള്ളം കുടിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നോട്, ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ പല പല മെത്തേഡുകളും ഞാൻ പതിവായിട്ട് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഏതെല്ലാം ഞങ്ങൾ ഫോളോ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ശരിയാ? നിങ്ങൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലിൻ്റെ മേലെയും എഴുതി വയ്ക്കാം. ഓൾറെഡി നമ്മൾ പല പതിവുകളും അങ്ങനെ ബോട്ടിലിൻ്റെ മേലെ എഴുതി വെച്ച് ആ വെള്ളം കുടിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ശക്തി ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതോ കംഫർട്ടബിൾ അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തു പോവുക. ശരിയാ? പിന്നെ നിങ്ങൾ വന്നിട്ട് ഏതിടത്തിലാണോ ഇപ്പോൾ നിങ്ങളുടെ കണ്ണ് പോകുന്നത്, സ്ഥിരം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരിടം അത് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും, അവിടെയും നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. നിങ്ങൾ നോക്കുമ്പോൾ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. യെസ് പ്ലെത്തോറ ജാക്ക്പോട്ട് ഇങ്ങനെ നിങ്ങൾ എഴുതി ഒട്ടിച്ച് വെച്ചോളുക. എത്ര നേരം നിങ്ങളിത് നോക്കുന്നുവോ, എത്ര നേരം നിങ്ങൾ അധികം ഇത് ഉച്ചരിക്കുന്നുവോ, എത്ര നേരം നിങ്ങൾ എഴുതുന്നുവോ, അധികം നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അത്രയും അധികം നിങ്ങൾക്ക് വരവേണ്ടിയതെല്ലാം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വന്നിട്ടേയിരിക്കും, വന്നു ചേർന്നിട്ടേയിരിക്കും. സോ ഇനി ഞാൻ എടുത്തല്ലോ ബിരിയാണി ഇല എടുക്കാൻ പറഞ്ഞുല്ലോ, ഈ ബിരിയാണി ഇലയിൽ ഈ വാർത്തകൾ യെസ്
പ്ലിത്തോറ, ജാക്ക്പോട്ട് ഈ വേർഡ്സ് നിങ്ങൾ എഴുതിയിട്ട് പിന്നെ ഒന്ന് ഈ ബിരിയാണി ഇല വന്നിട്ട് നിങ്ങൾ ഒന്ന് മുഴുവനായിരുന്നാലോ അല്ലെങ്കിൽ പകുതി അത് ഡാമേജ് ആയ ഇലയായാലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഒന്നും നല്ല ഇലകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ശരിയാ? ജസ്റ്റ് നിങ്ങൾ യെസ് പ്ലിത്തോറ ജാക്ക്പോട്ട് എന്ന് ഈ ബിരിയാണി ഇലയിൽ എഴുതിയിട്ട് ആ കണ്ടെയ്നർ ഉണ്ടല്ലോ ബോട്ടിൽ പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന അതിനുള്ളിലേക്ക് വെച്ചോളുക. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സോ ഇതിനുള്ളിൽ വെച്ചോളുക. എന്നിട്ട് ഡെയിലി നിങ്ങളുടെ യൂസിന് അതിൽ നിന്ന് പഞ്ചസാര എടുത്തോളുക. മറച്ചു വെക്കണം അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്നിട്ട് മൂടി വെച്ച് അടച്ചു വെച്ചോളുക. ഓക്കെ. ഇനി മാസത്തിൽ ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ ഈ ഇല എടുത്ത് അഗർബത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ മെഴുകുതിരി വെച്ചിട്ടോ എരിച്ച് കളയുക. ആ ചാമ്പൽ വന്നിട്ട് നിങ്ങൾ വാഷ് ബേസിനിൽ ഡിസ്പോസ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഡിസ്പോസ് ചെയ്തോളുക. എന്നിട്ട് എഗെയിൻ നിങ്ങൾ വീണ്ടും ഒരു ബേ ലീഫ് എടുക്കുക, എഴുതുക, വെക്കുക. ശരിയാ? സോ എന്ന് വേണമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിക്കോളുക. നല്ലൊരു ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക. ഇനി ഗീവ് അവേ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ പതിവില് യെസ് പ്ലിത്തോറ ജാക്ക്പോട്ട് എന്ന സ്വിച്ച് വേർഡാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൽ വന്നിട്ട് പ്ലിത്തോറ ഇതോടെ മീനിങ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മനസ്സിലായല്ലോ? പ്ലിത്തോറ എന്നത് എന്തിനെ മീൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് റൂൾസ് ഫോളോ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളുക. ഇന്നത്തെ പതിവ് പിടിച്ചിരുന്നാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.